തൻ്റെ കൈകളിൽ ഭയത്തോടെയും അതേസമയം വിറയലോടെയും കിടക്കുന്ന ഗൗരിയെ സിദ്ധാർത്ഥ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ ആ പിടച്ചിൽ അവൻ ആസ്വദിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ്, എന്തു ചെയ്യാൻ പോവാ? അവളുടെ തൊണ്ടയിടറി. എന്താ ചെയ്യണ്ടേ? ഒരു കള്ളച്ചിരിയോടെ അവൻ തിരിഞ്ഞു ചോദിച്ചു. ഒന്നും ചെയ്യണ്ട, അവൾ വേഗത്തിൽ മറുപടി പറഞ്ഞു. അത് പറ്റില്ലല്ലോ ഗൗരി, ഈ മാസങ്ങൾ അത്രയും നിന്നെ പിരിഞ്ഞ് നിന്നതിന് ഒരു പരിഹാരം വേണ്ടേ? ഒരു ഉമ്മയെങ്കിലും തരാതെ ഞാൻ നിന്നെ വിടില്ല, അവൻ അവളുടെ മുഖത്തോടടുത്ത് മന്ത്രിച്ചു. അവൻ്റെ ആ വശ്യമായ സംസാരം കേട്ടപ്പോൾ ഗൗരിക്ക് നാണം കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റിയില്ല. അവൾ തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. ഉമ്മയൊക്കെ പിന്നെ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കിത്താലും. തടി തപ്പാനെന്നോണം അവൾ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞു. ശരിക്കും? സിദ്ധാർത്ഥ അവളെ ബെഡിൽ മെല്ലെ കിടത്തിക്കൊണ്ട് ചോദിച്ചു. അതെ സിദ്ധാർത്ഥ്, ശരിക്കും വിശക്കുന്നുണ്ട്, എന്നെ ഒന്ന് താഴെ ഇറക്ക്, ഞാൻ വേഗം പോയി എന്തെങ്കിലും കഴിക്കാനെടുക്കാം. അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷെ സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ പിടിച്ച് വീണ്ടും കിടത്തി. അവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി താഴ്ന്നു വന്നു. എനിക്കും നല്ല വിശപ്പുണ്ട് ഗൗരി. അവൻ്റെ സ്വരം താഴ്ന്നു. എന്നാൽ എന്നെ വിട്, ഞാൻ പോയി ഫുഡ് കൊണ്ടുവരാം, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. എനിക്ക് ഫുഡിനുള്ള വിശപ്പല്ലല്ലോ പെണ്ണേ, അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടു പറഞ്ഞു. അവൻ്റെ ഉദ്ദേശം മനസ്സിലായതും ഗൗരിയുടെ ഉള്ളൊന്ന് കാളി. വേണ്ടാട്ടോ സിദ്ധാർത്ഥ്, ഇങ്ങനെ നോക്കല്ലേ. ഇനി എന്നാ ഗൗരി? ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? ഇനിയും സമയമുണ്ടെന്ന് നീ പറഞ്ഞാൽ അത് നടക്കില്ല. അവൻ അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കി. അവൻ തുടർന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മ നമ്മുടെ കൊച്ചിനെ കയ്യിലെടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി ആ പാവത്തിനെ പറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണ്ടേ? കുഞ്ഞെന്ന വാക്ക് കേട്ടതും ഗൗരി ആകെ തളർന്നുപോയി. അവളുടെ മുഖം തക്കാളി പോലെ ചുവന്നു തൊടുത്തു. ഒരു അമ്മയാകുന്നതിനെക്കുറിച്ചും സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുന്നതിനെക്കുറിച്ചും അവൾ സ്വപ്നം കണ്ടിരുന്നെങ്കിലും അവനത് നേരിട്ട് പറഞ്ഞപ്പോൾ അവൾക്ക് താങ്ങാനായില്ല. അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ ആ നാണം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവളോട് കൂടുതൽ പ്രണയം തോന്നി. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. നാണിക്കണ്ട, എൻ്റെ ഗൗരിയല്ലേ നീ, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. ആ നിമിഷം ആ മുറിയിൽ പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ പെയ്യുകയായിരുന്നു. സിദ്ധാർത്ഥ് പതിയെ അവളുടെ ദേഹത്തേക്ക് കയറി കിടക്കാനായി ഒരുങ്ങിയിരുന്നു. ഗൗരി കണ്ണുകൾ ഇറുക്കെ അടച്ചു. ഭയവും നാണവും കൊണ്ട് അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവനിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാവാത്തത് കണ്ട് അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടത് അവൾ ആകെ ചുവന്നുപോയി. ആ നിശബ്ദതയെ സിദ്ധാർത്ഥ് വ്യക്തമായി കേട്ടു. അവളുടെ വയറിലെ വിശപ്പിൻ്റെ വിളി. അവൻ തലയാട്ടി ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. നന്നാ വിശക്കുന്നുണ്ടല്ലോ നിനക്ക്. ചെല്ല്, താഴെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ, പോയി വിളമ്പിക്കോ, അപ്പോഴേക്ക് ഞാനും എത്തും. സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ നിന്നും ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന പുള്ളിമാനെ പോലെ ഗൗരി താഴേക്ക് പാഞ്ഞു. അവനൊരു ചിരിയോടെ അവളുടെ പോക്ക് നോക്കി നിന്നു. എത്ര കാലം ഓടി ഒളിക്കും പെണ്ണെ നീ, സിദ്ധാർത്ഥ് സ്വയം മന്ത്രിച്ചു. താഴേക്ക് ചെന്ന സിദ്ധാർത്ഥ് കണ്ടത് കുളിച്ച് ഫ്രഷായി തനിക്ക് വേണ്ടി ഭക്ഷണം ടേബിളിൽ വിളമ്പി വെക്കുന്ന ഗൗരിയാണ്. അവൾ ഒരു വെള്ള കുർത്തയും വെള്ള പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. അവളുടെ ഈറൻ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അപ്പോഴും ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവൾക്ക് പിന്നിലായി ചെന്ന് നിന്നു. ശേഷം അവളെ വട്ടം കെട്ടിപ്പിടിച്ച് അവളുടെ ഷോൾഡറിൽ താടി ഊന്നി നിന്നു. ഗൗരി ഒരു പുഞ്ചിരിയോടെ തല ചരിച്ച് അവനെ നോക്കി. ഇതൊക്കെ പിന്നെ, ഇപ്പോൾ ആഹാരം കഴിക്കും. ഓ ആയിക്കോട്ടെ മൈ ഡിയർ പൊണ്ടാട്ടി, അവൻ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഗൗരിയെ ഒന്ന് നോക്കി. ഞാൻ എടുത്തിട്ട് വരാം. ഗൗരി എഴുന്നേക്കാൻ നോക്കിയെന്നും സിദ്ധാർത്ഥ് അവളെ തടഞ്ഞു. വേണ്ട, നീ കഴിച്ചോ, ഞാൻ ദാ വരുന്നു. അവൻ ഫോണുമായി മുകളിലേക്ക് പോയി. ഗൗരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാന്തർ ശബ്ദം കേട്ട് അവൾ ഉമ്മറത്തെ വാതിൽക്കലേക്ക് നോക്കിയത്. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. അമനാണ്. എന്താ ഗൗരി ഇത്? ഈ വേഷത്തിൽ അവനെങ്ങാനും നിന്നെ കണ്ടാൽ? നിനക്ക് തീരെ ബോധമില്ലേ? സിദ്ധാർത്ഥ് എല്ലാം അറിഞ്ഞ കാര്യം അറിയാതെ അമൻ പരിഭ്രമിച്ചു. അമൻ, ഞാനൊന്ന് പറയട്ടെ, ഗൗരി പറയാൻ ശ്രമിച്ചു. നീ ഒന്നും പറയണ്ട സിദ്ധാർത്ഥ്, ഇവിടെ ഉള്ളപ്പോൾ ഈ വേഷത്തിൽ നടക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അയ്യോ, നിന്നെ എവിടെയോ ഒന്ന് ഒളിപ്പിക്കുക. അമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി.
അമൻ ഞാനൊന്ന് പറയട്ടെ? ഗൗരി വീണ്ടും ശ്രമിച്ചു. വേണ്ട ഗൗരി, അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. പെട്ടെന്ന് മുകളിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ ശബ്ദം മുഴങ്ങി. അമൻ ഞെട്ടി മുകളിലേക്ക് നോക്കി. അതേ ഞെട്ടലിൽ അവൻ ഗൗരിയെ നോക്കി. സിദ്ധാർത്ഥ് ഗൗരിയെ ഈ വേഷത്തിൽ കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഭയം അമൻ്റെ ഉള്ളിൽ നിറഞ്ഞു. സിദ്ധാർത്ഥ്, അമൻ പേടിയോടെ വിളിച്ചു. നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. സിദ്ധാർത്ഥ് കടുപ്പത്തിൽ പടകുകൾ ഇറങ്ങി വന്നു. എടാ കള്ള തിരുമാലി, എൻ്റെ പെണ്ണിനെ എൻ്റെ മുന്നിൽ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് ഞാൻ അറിയില്ല എന്ന് നീ കരുതിയോ? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം കേട്ട് അമനൊന്ന് പാളി ഗൗരിയെ നോക്കി. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗൗരി അതേ എന്ന് തലയാട്ടി. ഓഹോ, അപ്പോൾ ഇവൻ്റെ ഭ്രാന്ത് പോയോ? അവൻ പതുക്കെ ചോദിച്ചു. ഭ്രാന്ത് നിന്റെ? സിദ്ധാർത്ഥ് അലറി. വേണ്ട മോനെ സിദ്ധു, വേണ്ട. അവൻ പിൻവാങ്ങാൻ നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് അവനെ രോഷമായി നോക്കി. എന്താണ് ആ വാടിയന് വെച്ചിട്ടുള്ളത്? അവൻ വിക്കി വിക്കി ചോദിച്ചു. നിന്റെ 3 മാസത്തെ സാലറി ഞാൻ അങ്ങ് കട്ട് ചെയ്തു, അത്ര തന്നെ. സിദ്ധു, അവൻ ഞെട്ടി വിളിച്ചു. എടാ കളിപ്പിക്കല്ലേ, 3 മാസമോ? അതെ, ഇനി നീ 3 മാസം സാലറി ഇല്ലാതെ ജോലി ചെയ്. കളിയല്ലടാ, നിന്നെ ഞാൻ തൊട്ടിയിലിട്ടാട്ടം. സിദ്ധാർത്ഥിൻ്റെ കലിപ്പൻ ലുക്കിന് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ അവൻ വാ പൊളിച്ചു നിന്നു. ഗൗരിക്ക് ചിരി അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗൗരി അല്ലെങ്കിൽ ഇവന് നമുക്ക് മറ്റൊരു പണി കൊടുത്താലോ? അവൻ രണ്ടുപേരെയും പരസ്പരം നോക്കി. ഇനി എന്താടാ നാറി, ഇത്രയൊന്നും പോരെ? അവൻ കള്ള ദേഷ്യത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് ഗൗരിക്കടുത്തേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലേ ഗൗരി? ശരിയാ, അവനെ ഒന്ന് പിടിച്ച് കെട്ടിക്കണം. എൻ്റെ പെങ്ങൾ ദ്രോഹി, ഇത്രയും ബുദ്ധിമുട്ടി ഇവൻ്റെ അടുത്തെത്തിച്ച എനിക്ക് തന്നെ പണി വെക്കണം കേട്ടോ. ഗൗരി ഒന്ന് ഇളിച്ചു കാട്ടി. നിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അമൃത, അവളെ ഇവനെ നമുക്ക് ആലോചിക്കാം. അത് കേട്ടതും അമൻ രണ്ടുപേരെയും പരസ്പരം നോക്കി. എൻ്റെ മനസ്സിലുള്ള കാര്യം ഇവർ എങ്ങനെ അറിഞ്ഞുവെന്ന് ചിന്തയായിരുന്നു അമന്. എടാ കള്ള വിടുവേ, നീ അവളെ ട്യൂൺ ചെയ്യുന്നത് ആരും അറിയില്ല എന്ന് കരുതിയോ? സിദ്ധാർത്ഥ് ചോദിച്ചതും അമൽ തല ചൊറിഞ്ഞ് താഴേക്ക് നോക്കി. എന്തു പറയുന്നു ഗൗരി? അമൃത നല്ല കുട്ടിയാ, ചെറിയൊരു മിസ്റ്റേക്കുകൾ എവിടേക്കോ, എന്നാലും അവന് കൊടുക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ പണി തന്നെയാണ്. ഗൗരി കളിയാക്കി പറഞ്ഞു. മതി മതി, രണ്ടും കൂടെ എന്നെ കാർന്ന് തിന്നണ്ട. നല്ല വിശപ്പ് പെങ്ങളെ, എന്തേലും തിന്നാൻ എടുക്ക്. 3 പേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെയാണ് ആഹാരം കഴിച്ചത്. അന്നേറെ വൈകിയാണ് അമൻ തിരികെ വീട്ടിൽ പോയത്. സിദ്ധാർത്ഥ് ഓഫീസ് കാര്യങ്ങൾക്കായി ഓഫീസ് റൂമിലേക്കും പോയി. ഗൗരി കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവളുടെ റൂമിലേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഗൗരി ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. അമ്മായി, ഇനി എന്തിനാണാവോ ഈ വിളി? അവൾ അവജ്ഞയോടെ ആ കോൾ എടുത്തു. മറുതലയ്ക്കൽ നിന്നും വാത്സല്യത്തിൻ്റെ പുഴയായിരുന്നു ഒഴുകി ഒലിക്കുന്നുണ്ടായിരുന്നു. മോളെ ഗൗരി. ഗൗരി സംശയത്തിൽ വീണ്ടും ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. അമ്മായി തന്നെയാണല്ലോ, എന്താവോ ഇത്ര ഒലിപ്പിച്ച് വിളിക്കാനുള്ളത്? അവൾ വീണ്ടും ഫോൺ ചെവിയോടോർത്തു. ഹലോ, ആരാ? അവളുടെ ചോദ്യം കേട്ട് മറുതലക്കിൽ നിന്ന് ഒരു കരച്ചിലായിരുന്നു. എൻ്റെ മോൾ അമ്മായിയെ മറന്നോ? നാടകമൊന്നും വേണ്ട, എന്തിനാ വിളിച്ചതെന്ന് വെച്ച കാര്യം പറഞ്ഞാൽ മതി, ഗൗരി ഈർഷ്യയോടെ പറഞ്ഞു. മറുതലക്കിൽ അമ്മായിയുടെ മുഖം കോപത്താൽ ചുവന്നെങ്കിലും സമീപനം പാലിക്കണമല്ലോ, ആവശ്യം തൻ്റേതായി പോയില്ലേ? മോളെ ഗൗരി, ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എൻ്റെ കുട്ടി ആലോചിച്ചിട്ടുണ്ടോ? പട്ടിണിയും പരിവട്ടവും മാത്രം, സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയില്ല ഇപ്പോൾ അമ്മായിയും അമ്മാവനും ആതിരമോളും. ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ നിങ്ങളാരും അതോർത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഞാനതോർക്കണം? ഗൗരി മനസ്സില്ലാ മനസ്സോടെ അവരെ കുത്തി നോവിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോളെ, എല്ലാം ഞങ്ങളോട് തെറ്റാ. എല്ലാത്തിനും എൻ്റെ കുട്ടിയോട് ക്ഷമ പറയാൻ വേണ്ടിയാണ് ഈ അമ്മ ഇപ്പോൾ വിളിച്ചത്. എല്ലാത്തിനും എൻ്റെ കുട്ടി ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമാപണം കഴിഞ്ഞെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ? ഗൗരിയുടെ ചോദ്യം കേട്ട് അമ്മായി കോപത്തോടെ കയ്യിലെ ഫോൺ ഞെരുക്കി. അയ്യോ മോളെ വെക്കല്ലേ, അമ്മായി നിന്നോട് സഹായം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്ത് സഹായം? അത് പിന്നെ ആതിര മോളുടെയും കിരണിൻ്റെയും വിവാഹം ഉറപ്പിച്ച കാര്യം മോൾക്കറിയാമല്ലോ. ഇപ്പോൾ അത് നടക്കുകയോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. അവളുടെ വിവാഹം കഴിയുന്നവരെയെങ്കിലും മോള് ഞങ്ങൾക്ക് ആ വീടൊന്ന് വിട്ടുതരണം. ഇത് കൊള്ളാം. എൻ്റെ അച്ഛൻ പണി തീർത്ത വീട് കണ്ടിട്ടാണോ മകളുടെ വിവാഹം ഉറപ്പിക്കുന്നത്? ശവത്തിൽ കുത്തല്ലേ മോളെ.
അമ്മായി അമ്മായി ഒന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെയും എൻ്റെ വയ്യാത്ത അപ്പുവിനെയും ആ വീട്ടിൽ നിന്നൊരു പട്ടിയെപ്പോലെ ഇറക്കി വിട്ടപ്പോൾ നിങ്ങൾ ഓർത്തോ അതെൻ്റെ അച്ഛൻ പണിതുയർത്തിയ വീടാണെന്ന്? എന്നിട്ടിപ്പോൾ ആ വീട് ചോദിച്ചു വന്നിരിക്കുന്നു അല്ലേ? മോളെ, എല്ലാം അമ്മയുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്. എൻ്റെ മോൾ അത് ക്ഷമിച്ച് അമ്മായിയുടെ വാക്കുകളൊന്ന് സ്വീകരിക്കണം. ഞാനല്ല ഇപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അപ്പുവാണ്. അവനോട് തന്നെ അമ്മായി സംസാരിച്ചാൽ മതി. മോളെ, അപ്പുമോൻ ഞാൻ വിളിച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് അവനെ വിളിക്കാത്തത്. അവനെ വിളിക്കാതിരിക്കുന്നതായിരിക്കും അമ്മായിക്ക് നല്ലത്. ചിലപ്പോൾ അവൻ വല്ല കണ്ണു പൊട്ടുന്ന ചീത്തയും വിളിച്ചു പോയിരിക്കും. മോളെ, ഇത്രയും കാലം മോളുടെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തിയത് ഞങ്ങളല്ലേ? അതുകൊണ്ട് ചോദിക്കുവാണെന്ന് മാത്രം കൂട്ടിക്കോ. ഒരു 2 കോടി രൂപ വേണം ഞങ്ങൾക്ക്. മോളുടെ കല്യാണവും ഒരു വീടെടുക്കുവാനും കിരണിന് കൊടുക്കാനുള്ള അല്പം തുക കൊടുത്തു തീർക്കാനുമാണ്. അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ മകളെ വിവാഹം കഴിക്കും. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്തുമെന്നോ? അങ്ങനെയല്ല അമ്മായി പറയേണ്ടത്. നോക്കി പകുതിയിലേറെ വിറ്റു തുലച്ചു എന്ന് പറ. അതായിരിക്കും നിങ്ങൾക്ക് യോജിക്കുന്ന വാക്ക്. മോളെ, മോൾ എന്ത് വേണമെങ്കിലും ഞങ്ങളെ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണം. പെട്ടെന്നായിരുന്നു ഗൗരിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ സിദ്ധാർത്ഥ് വലിച്ചെടുത്തത്. സിദ്ധാർത്ഥ് ഫോൺ സ്ക്രീനിലേക്ക് നോക്കി നമ്പർ കണ്ടതും പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. മറുതലയ്ക്കൽ അമ്മായി ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? സിമെൻറ്റ് മെഴുകി നിലത്തിരുന്ന ആതിര തിരക്കി. അതേടി, ഭ്രാന്താണ്, ഭ്രാന്ത്. നിനക്കൊക്കെ വേണ്ടി അവളോട് കെഞ്ചാൻ എനിക്ക് ഭ്രാന്തില്ലാതെ പിന്നെന്താ? എന്നിട്ട് എന്തു പറഞ്ഞു അവൾ? അവളിപ്പോൾ പഴയ ഗൗരിയല്ല. അമ്മ, എനിക്ക് കിരണിനെ വേണം. ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും. അവളുടെ വാക്കുകൾ കേട്ട് അമ്മയൊന്ന് ഭയന്നു. മോളെ, നീ കൂടെ ഈ അമ്മയെ ഭയപ്പെടുത്തില്ലേ? ഒരു മുറിയുള്ള അതിലൂടെ പഴയ വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. കോടിയുടെ മുകളിൽ കിടന്നുറങ്ങി ശീലിച്ചവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ആ വീട്. പിന്നീട് ഒരു സമാധാനമുള്ളത് ആരും ഇറക്കി വിടില്ലല്ലോ എന്നൊരു സമാധാനം മാത്രമാണ്. പണത്തിൻ്റെ ഹുങ്ക് പെരുത്തപ്പോൾ ആതിര ഇടയ്ക്ക് പറഞ്ഞതാണ് ആ വീടങ്ങ് പൊളിച്ചു കളയാൻ. അന്ന് പൊളിച്ചു കളയാതിരുന്നത് ഇന്നവർക്കൊരു തണലായി മാറി. ഇതേ സമയം ഗൗരിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. എൻ്റെ ഇവരുമായുള്ള കൂട്ടിതുവരെ നിർത്താനായില്ലേ നിനക്ക്? ഞാനല്ല സിദ്ധാർത്ഥ്, അമ്മായി ഇങ്ങോട്ട് വിളിച്ചതാണ്. എന്തായിരുന്നു അത്യാവശ്യം? കുറച്ച് പണം, അല്ലെങ്കിൽ ആ വീട്. ഒന്നും കൊടുത്തു പോകരുത്. നന്ദിയില്ലാത്ത വർഗങ്ങളാണ്. ആതിരയുടെ വിവാഹത്തിനാണത്രേ ആ വീട്. വിട്ടുകൊടുത്താൽ കിരൺ അവളെ വിവാഹം കഴിക്കുമെന്ന് അവർക്ക് ഉറപ്പാണെന്നെല്ലാം പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ കണ്ടാണ് അവർ മകളെ ജനിപ്പിച്ചത്. നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ കണ്ടല്ലല്ലോ നിന്റെ അമ്മാവനും അമ്മായിയും കുട്ടികളെ ജനിപ്പിച്ചത്. അതുകൊണ്ട് പൊന്നുമോള് അതെല്ലാം അങ്ങ് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് അവളെ കടന്നുപോയി. പടികൾ കയറുന്നതിനിടയിൽ അവൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പിന്നെ ഗൗരി, അല്പം വെള്ളം റൂമിലേക്ക് എടുക്ക്, മറക്കണ്ട. അവൾ അനുസരണയോടെ തലയാട്ടി. പക്ഷെ അവളുടെ മനസ്സിൽ ആതിരയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ കാരണം തകർന്നു പോയി എന്ന കുറ്റബോധം അവളെ വേട്ടയാടി. എങ്കിലും മറുവശത്തവർ തന്നോട് ചെയ്ത ക്രൂരതകൾ അവൾ ഓർത്തു. എന്നെയും അവർ ഒരുപാട് ഉപദ്രവിച്ചില്ലേ? അവൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ഗൗരി വെള്ളവുമായി മുകളിലെ റൂമിലേക്ക് ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് ഷെൽഫിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് നിൽക്കുകയായിരുന്നു. അവളെ ഒന്ന് നോക്കാതെ തന്നെ അവൻ പറഞ്ഞു, വെള്ളം അവിടെ വെച്ചേക്ക്. അവൾ വെള്ളം മേശപ്പുറത്ത് വെച്ച് തിരികെ നടന്നു. വാതിൽക്കലെത്തിയതും പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടവൾ ഒന്ന് നടുങ്ങി. ഹലോ, എങ്ങോട്ടാ? തിരിഞ്ഞു നോക്കിയ ഗൗരി കണ്ടത് തൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെയാണ്. അവൻ അവളെ തറപ്പിച്ചു നോക്കി. കിടക്കാൻ, അവൾ പതുക്കെ പറഞ്ഞു. എങ്ങോട്ട്? എൻ്റെ റൂമിലേക്ക്. സിദ്ധാർത്ഥിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. ആഹോ, ഇനിയും ആ റൂമിൽ കിടക്കാനാണോ ഭാവം? അവിടെയുള്ള കിടത്തം മതി. ഇനി ഈ റൂമിൽ എൻ്റെ കൂടെ എന്നെ ചേർന്ന് കിടക്കും. എങ്ങനെ? ആ ചോദ്യം കേട്ടതും ഗൗരിയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. സത്യത്തിൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നിമിഷമാണിത്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയവും പരിഭ്രമവും അവളിൽ നിറഞ്ഞു. സിദ്ധാർത്ഥ്, ഞാൻ അവിടെ കിടന്നോളാം. താൻ ഇവിടെ കിടന്നോ? അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഗൗരി, ഞാൻ പറയുന്നത് താൻ കേൾക്കും. അകത്തേക്ക് വാ സിദ്ധാർത്ഥ്. അവൾ പറഞ്ഞു തീരും മുൻപേ സിദ്ധാർത്ഥ് അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തു കഴിഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ഗൗരി ആകെ നാണിച്ചുപോയി. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളെയും വഹിച്ചുകൊണ്ട് അവൻ ബെഡിനരികിലേക്ക് നടന്നു. പട്ടുപോലെ മൃദുവായ ബെഡിലേക്ക് അവൾ കിടത്തുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു.
ഇമചിമ്മാതെ പ്രണയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ ആ നോട്ടത്തെ താങ്ങാൻ ഗൗരിക്ക് കരുത്തുണ്ടായിരുന്നില്ല. അവൾ പതിയെ കണ്ണുകൾ താഴ്ത്തി. ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് മെല്ലെ ചാഞ്ഞു. ഇനി ഈ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും ഓടിപ്പോകാൻ നിനക്ക് കഴിയില്ല ഗൗരി, നീ എൻ്റേതാണെന്ന് അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചപ്പോൾ ഗൗരിയുടെ വിരലുകൾ ബെഡ്ഷീറ്റിൽ മുറുകി. മാസങ്ങളായുള്ള വിരഹത്തിൻ്റെ മഞ്ഞുരുകി ആ മുറിയിൽ പ്രണയം നിറയുകയായിരുന്നു. സിദ്ധാർത്ഥ് അവളെ ബെഡിൻ്റെ മുകളിലേക്ക് കിടത്തിക്കൊണ്ട് കുറച്ചു നേരം ഇമചിമ്മാതെ നോക്കിയിരുന്നു. ആ നോട്ടത്തിൽ മാസങ്ങളായുള്ള വിരഹവും പ്രണയവും ഒരുപോലെ കലർന്നിരുന്നു. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ സാവധാനം അടച്ചു. ലൈറ്റുകൾ അണച്ചെങ്കിലും ജനാലയിലൂടെ അരിച്ചിറങ്ങിയ നിലാവിൻ്റെ നേരിയ പ്രകാശം ആ മുറിയിൽ ഒരു മാന്ത്രികത തീർക്കുന്നുണ്ടായിരുന്നു. ആ നേരിയ പ്രകാശത്തിൽ ഗൗരിയുടെ മുഖം മുമ്പത്തേക്കാളും സുന്ദരമായി സിദ്ധാർത്ഥിന് തോന്നി. പേടിയും നാണവും കൊണ്ട് വിറയ്ക്കുന്ന അവളുടെ ഓരോ ശ്വാസവും അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവൾക്കരികിലേക്ക് ചേർന്ന് കിടന്നു. സിദ്ധാർത്ഥ് തൻ്റെ മുഖം അവളുടെ കാതോരം ചേർത്തു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ഗൗരി അറിയാതെ ഒന്ന് വിറച്ചു. അടുത്ത നിമിഷം അവളുടെ കാതോരത്തൊരു ചുടു ചുംബനവും ഒപ്പം ഒരു നേരിയ കടിയും സമ്മാനിച്ചുകൊണ്ട് അവൻ അവളെ പെട്ടെന്ന് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് അമർന്നപ്പോൾ ഗൗരിക്ക് ലോകം തന്നെ നിശ്ചലമായതുപോലെ തോന്നി. ആ നേരിയ പ്രകാശത്തിലും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത നാണം തോന്നി. അവൾ തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഗൗരി, അവൻ ആർദ്രമായി വിളിച്ചു. അവളിൽ ഒരു മൂളൽ മാത്രം ആയിരുന്നു. അവളുടെ താടി പതിയെ ഉയർത്തി സിദ്ധാർത്ഥ് അവളെ അവൻ്റെ ചുണ്ടോട് ചേർത്തു. ഗൗരി നന്നായി വിറയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? പേടിയാവുന്നുണ്ട്. എന്തിന്? അറിയില്ല. നല്ല കാര്യം, ഇതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ. അത് പറഞ്ഞു തീരും മുന്നേ ഗൗരി അവൻ്റെ വാപോതിൻ. വേണ്ട, പഴയ ഓർമ്മകളിലെ കൊണ്ടുവരരുത്. ഏതോ ലഹരിയിൽ ചെയ്തു പോയ തെറ്റാണതെല്ലാം, അവൾ അവനെ ഓർമ്മപ്പെടുത്തി. ശരി, അതൊക്കെ പോട്ടെ, ഇപ്പോൾ ഒരു ലഹരിയിലുമല്ല, അവൻ പറഞ്ഞു.